ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജേഷ് മണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച എത്തിയിട്ടുള്ള മലയാള സിനിമയാണ് പ്രകമ്പനം. ചിത്രത്തിൽ സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ, രാജേഷ് മാധവൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 83 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ 3,34 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും 5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം 5-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ 28 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ജനുവരി 30 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഷാജി നടേശൻ നിർമ്മിച്ച് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ ലിഷോയി, ഷാജു ശ്രീധർ, ശ്രദ്ധ ഗോകുൽ, നിരഞ്ജന അനൂപ്, വൈഷ്ണവി രാജ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെയും ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 47 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3,86 ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 6-6.5 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്വൈത നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച എത്തിയിടത്ത് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ചത്താപ്പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൗകത്ത്, മമ്മൂട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 12-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ 24 ലക്ഷം രൂപയാണ്. അങ്ങനെ 16,39 ലക്ഷം രൂപയാണ് ആദ്യ 12 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെയും വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. പ്രതീക്ഷിക്കുന്നത് 35,50 ലക്ഷം റേഞ്ചിലാണ്. ബോളിവുഡ് സിനിമയെ ബോർഡർ ടു ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,50,50,000 രൂപയാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 82 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 335,75 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 45,25 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെ ഈ സിനിമ 381 കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. രൺവീർ സിംഗിന്റെ ദുരന്തർ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 61 ദിവസമാണ് പിന്നിടുന്നത്. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 60 ദിവസം കൊണ്ട് കേരളത്തിൽ 8,61 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 60 ദിവസം 104 കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 299 കോടി ഉൾപ്പെടെ 1,303 കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ദുരന്തർ 2 2-ാം ഭാഗം തിയേറ്ററിലെത്തുന്നത് മാർച്ച് 19-നാണ്. ദുരന്തർ ദി റിവഞ്ച് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ സിനിമയുടെ 1 മിനിറ്റ് 13 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹിന്ദിക്ക് പുറമെ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളിലായാണ് ടീസർ പുറത്തു വന്നിട്ടുള്ളത്. ജോജു ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത് നിർമ്മിച്ച് അഭിനയിച്ച് 2024 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പണി. ചിത്രത്തിന്റെ 2-ാം ഭാഗമായ പണി 2-വിന്റെ ചിത്രീകരണം ഈ വരുന്ന മാർച്ചിൽ ആരംഭിക്കും എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 5 വ്യാഴാഴ്ച ആശാൻ, ഫെബ്രുവരി 6 വെള്ളിയാഴ്ച അനോമി എന്നിങ്ങനെ 2 സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. ഈ 2 സിനിമകളുടെയും ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ആശാൻ എന്ന സിനിമയിൽ ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, ഷോബി തിലകൻ, അബിൻ ബിനോ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഭാവന, റഹ്മാൻ എന്നിവർ പ്രധാന താരങ്ങളെ റിയാസ് മാറാത്ത് സംവിധാനം ചെയ്യുന്ന അനോമി എന്ന സിനിമയിൽ ഷെബിൻ ബെൻസൺ, ദൃശ്യ രഘുനാഥ്, ബിനു പപ്പു, വിഷ്ണു അഗസ്ത്യ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.